5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മോഡി ആരാ മോൻ? ഒന്നുമില്ലെങ്കിൽ വിദേശകാര്യ മന്ത്രിയായിട്ട് ജയശങ്കറൊക്കെ കൂടെ ഉണ്ടല്ലോ. നമ്മുടെ ട്രംപ് അളിയൻ ഒരു വേല കാണിച്ചു കളഞ്ഞു. കാനഡയിൽ G7 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ മോഡി പോകുന്നു. അവിടെ വെച്ച് എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ട്, മുൻ നിശ്ചയിച്ച പരിപാടികൾ എല്ലാം ലംഘിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒന്നും കണക്കിലെടുക്കാതെ മോഡിയെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുന്നു, വാഷിങ്ടണിലേക്ക് ക്ഷണിക്കുന്നു. മോഡി അവിടെ പോയെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവിടുത്തെ പാകിസ്ഥാൻ സൈനിക മേധാവിയായിട്ടുള്ള അസിം മുനീറുമായി അപ്രതീക്ഷിതമായി കൂടിക്കാടേണ്ടി വന്നേനെ. കാര്യം അസിം മുനീറിനെ വാഷിങ്ടണിൽ വിളിച്ചിരിക്കുന്നു. എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? സൈനിക മേധാവി അസിം മുനീറിനെ അമേരിക്കയിൽ വിളിച്ചിരിക്കുന്നു. അങ്ങനെ അസിം മുനീറുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച നടന്നേനെ ഇദ്ദേഹം പോയിരുന്നുവെങ്കിൽ. പക്ഷേ പോയില്ല. മോഡി പോകാത്തത് കൊണ്ട് അത് നടന്നില്ല. അല്ലെങ്കിൽ അവിടെ വച്ചിട്ട് എന്ത് ചെയ്തനെ? ഈ വലിയൊരു ചർച്ച ചിലപ്പോൾ നടന്നനെ. ഒരു രാജ്യത്തിന് ഉപപ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തെ സന്ദർശിച്ചപ്പോലും പ്രസിഡന്റുമായി നേരിട്ട് കൂടിക്കാഴ്ചയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോഴാണ് ഒരു സൈനിക മേധാവി അവിടെ പോയി ഇങ്ങനെ ഒരു പരിപാടിയുമായി നടന്നിരിക്കുന്നത്. ഉപപ്രധാനമന്ത്രി LK അദ്വാനി US സന്ദർശിച്ചപ്പോൾ അദ്ദേഹം US ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥന്മാർ മാത്രമായിട്ടാണ് ചർച്ച ചെയ്തിരുന്നത്. LK അദ്വാനി ഉപപ്രധാനമന്ത്രി ആയിരുന്നല്ലോ വാജ്പേയി ഗവൺമെൻറ്റിൽ. അപ്പോൾ പോയിട്ട് പ്രസിഡന്റുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ട് മാത്രമേ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഉപപ്രധാനമന്ത്രിക്ക് പോലും പറ്റാത്ത ഒരു സ്ഥലത്താണ് സൈനിക മേധാവിയെ വിളിച്ചിട്ട് ട്രംപ് ഇങ്ങനെ വിരുന്ന് കൊടുക്കുകയും വർത്തമാനം പറയും. ആ സമയത്ത് അവിടെ ആരെ വിളിക്കുന്നു? മോഡിയെ കൂടെ വിളിക്കുന്നു. എന്തായാലും മോഡി ഒരു ഒന്നൊന്നര മോനല്ലേ. അദ്ദേഹം എന്ത് ചെയ്തു? വളരെ കൃത്യമായി ഇത് കൈകാര്യം ചെയ്തു. അത് ഒഴിവായി. അദ്ദേഹം അമേരിക്കയിലോട്ട് പോയില്ല. അതുകൊണ്ടൊരു നാണക്കേട് നമുക്ക് ഒഴിവാക്കാൻ പറ്റി. അല്ലെങ്കിൽ ഇവിടെ നമ്മളെ പപ്പുവും നമ്മുടെ രാഹുൽ ഗാന്ധിയും ഒക്കെ വിടുമായിരുന്നോ? നമ്മുടെ ഇദ്ദേഹത്തെ നരേന്ദ്ര സറണ്ടർ എന്ന് പറഞ്ഞപ്പോൾ സറണ്ടർ ആയെന്നൊക്കെ പറഞ്ഞുള്ള അതിൻ്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രംപിൻ്റെ ഈ ട്രാപ്പിൽ മോഡി വീണിരുന്നുവെങ്കിൽ അത് വലിയൊരു രാഷ്ട്രീയമായി നമ്മുടെ MA ബേബിക്കും അതുപോലുള്ള CPI ബിനോയ് വിശ്വത്തിനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും KC വേണുഗോപാലിനും എല്ലാവർക്കും വലിയൊരു ആയുധം വീണ് കിട്ടുമായിരുന്നു, മോഡിയെ വിമർശിക്കാനും BJPയെ തള്ളിപ്പറയാനും. പക്ഷേ ആ സാഹചര്യം ഇല്ലാതായി. ട്രംപിൻ്റെ ഈ ട്രംപ് ഒരേ സമയം രണ്ട് കാര്യം പറയുന്ന ആളാണ്. പാകിസ്ഥാനെയും തള്ളിപ്പറയുന്നില്ല, ഇന്ത്യയും തള്ളിപ്പറയുന്നില്ല. പാകിസ്ഥാനിലെ ആണവായുധത്തെക്കുറിച്ച് തള്ളിപ്പറയുന്നില്ല, ഇന്ത്യയും പറയുന്നില്ല. ഒരു വല്ലാത്തൊരു നിലപാടാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ സംഘർഷം ഒന്ന് അയഞ്ഞപ്പോൾ മോഡി കൊണ്ട് ചാടി, ഞാനാണ് എൻ്റെ 8 കാലി മമ്മൂഞ്ഞ് പണിയും കൊണ്ട് ചാടി, ഞാനാണ് ഇതിൻ്റെ മീഡിയേഷൻ നടത്തിയത്, ഞാനാണ് മീഡിയേറ്റർ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ തള്ളിമറിച്ചു. ഒരു കാര്യവുമില്ല. ട്രംപിൻ്റെ ഈ കളികളൊക്കെ അമേരിക്ക നടത്തിയാൽ മതി, ഞങ്ങളോട് വേണ്ട. ഞങ്ങൾക്കിവിടെ വലിയ സംവിധാനമുണ്ട്. മോഡി അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റത്തില്ല. ഒരു കാലത്ത് നിങ്ങൾ അമേരിക്കൻ വിസ മോഡി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു ചോദിച്ച് നിങ്ങൾ കൊടുത്തില്ല. പക്ഷേ നിങ്ങൾ എത്ര പ്രാവശ്യമാണ് പിന്നെ അമേരിക്കയിലേക്ക് മോഡിയെ വിളിക്കുകയും, ഇപ്പോൾ കാനഡയിൽ വന്നപ്പോൾ തന്നെ അല്ലയോ നരേന്ദ്ര മോഡി ഒന്ന് വന്നിട്ട് പോവുമോ അമേരിക്ക വരെ, ഒന്ന് വെറുതെ അമേരിക്ക വരെ വന്നിട്ട് പോകുമോ, വാഷിങ്ടണിൽ വന്നിട്ട് പോകുമെന്ന് ചോദിച്ചപ്പോൾ മോഡിക്ക് അത് മണത്തു. മോഡിക്ക് അത് നന്നായി സ്മെല്ല് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം പോയില്ല. അസിം മുനീർ അവിടെ ഉണ്ട്, പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി അവിടെ ഉണ്ട്. ആ സമയത്ത് ചെന്ന് കയറിയാൽ സ്വാഭാവികമായിട്ടൊരു ഒരു അഭിമുഖമോ അല്ലെങ്കിൽ ഒന്നിച്ചുള്ളൊരു മുഖാമുഖം കാണേണ്ടി വരും. അത് ഒഴിവാക്കാൻ വളരെ നല്ല രീതിയിൽ ഒഴിവായി. അങ്ങനെ ഒഴിവായതിലൂടെ രക്ഷപ്പെട്ടത് നമ്മുടെ രാജ്യമാണ്. അല്ലെങ്കിൽ വലിയ നാണക്കേടായി പോയതിനെ. എന്തായാലും അവിടെ ഒരു സാഹചര്യം ഒരുക്കാൻ, ഒരു വല്ലാത്ത സാഹചര്യം ഒരുക്കാൻ, ഒരു കെണി ഒരുക്കാനുള്ള, ഒരു പൂച്ചയുടെ കെണി എന്നൊക്കെ പറയും പോലെ എലിയെ കെണിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ എലിയുടെ കെണി, അങ്ങനെ പറയാറുണ്ടല്ലോ, പറയുന്ന പോലെ ഒരു കെണി പാകിസ്ഥാൻകാരും അമേരിക്കക്കാരോട് ഒരുക്കി. എന്തായാലും ഇന്ത്യ ആ കെണിയിൽ വീണില്ല. വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യ തല ഉയർത്തി നിൽക്കുന്നു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ഒരു പൊന്തൂവലാണ് കൂടി. മാത്രമല്ല, നമ്മൾ ഇസ്രായേൽ-ഇറാൻ യുദ്ധത്തിലും നമ്മൾ ആരുടെയും പക്ഷം, ഇസ്രായേലിനോടാണ് കൂടുതൽ പക്ഷപാതിത്വം ഉള്ളത്. പല കാരണങ്ങൾ, ആയുധ കരാറുകളും പല കാരണങ്ങളാൽ ഇസ്രായേലിനോടാണ്, കാർഷിക കരാറും, ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലിനോടാണ് കൂടുതൽ മമതയുള്ളത്. എങ്കിലും പച്ചയ്ക്ക് നമ്മൾ ഇസ്രായേലിനോട് കൂറ് പുലർത്തുന്നില്ല. ഇറാനോടും ഇസ്രായേലിനോടും തുല്യ അകലമാണ് പാലിക്കുന്നത്. അതും ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയമാണ്. നമ്മൾ നെഹ്റുവിൻ്റെ കാലം മുതൽ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിൽ വിശ്വസിക്കുന്നവരാണ്. ചേരിചേര പ്രസ്ഥാനമൊക്കെ നമ്മൾ കൊണ്ടുവന്നവരാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നോൺ കോപ്പറേഷൻ, ആരുമായും നമ്മൾ സഹകരിക്കുന്നില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. എന്നാൽ ഇസ്രായേലിൻ്റെ ഒരു മുൻതൂക്കം നമ്മൾ കൊടുത്തിട്ടുമുണ്ട്, ആ രാജ്യത്തിൻ്റെ ഒരു മുൻതൂക്കം കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. എന്തായാലും ട്രംപിൻ്റെ ഭീഷണിയിലും ട്രംപിൻ്റെ ട്രാപ്പിലും സ്നേഹവിരുന്നിലും നമ്മൾ വീണില്ല. മോഡി അത്ഭുതകരമായി ഈ കുളത്തിൽ നിന്നും രക്ഷപ്പെട്ടു.